എല്ലാവർക്കും നമസ്കാരം. ഈ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ശ്ലോകം. പിഞ്ചഭൂഷിത ശിരോരുഹോ നിഖില ഭക്തവാഞ്ചിത വരപ്രദ ഹാരകുണ്ഡല കിരീട കങ്കണ വിഭൂഷിതോ യദുകുലോത്തമ ഹസ്തപങ്കജവരേ നിധായ നിജമസ്തകം സ്മിതമുഖാംബുജ ഭാസതേസ്യ കരുണാകടാക്ഷ ഇഹ സർവശോകഹരണേ ക്ഷമ. ഇതാണ് ശ്ലോകം. ഇനി ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പറയാം. പിഞ്ചഭൂഷിത ശിരോരുഹ. പിഞ്ചം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലി, അതുകൊണ്ട് ഭൂഷിതം അലങ്കരിക്കപ്പെട്ട, ശിരോരുഹം എന്ന് പറഞ്ഞാൽ തലമുടി. അപ്പം മയിൽപ്പീലിയാൽ അലങ്കരിക്കപ്പെട്ട തലമുടിയോടുകൂടിയവനും നിഖില ഭക്ത വാഞ്ചിത വരപ്രദ, എല്ലാ ഭക്തന്മാരുടെയും വാഞ്ചിതം, അതായത് അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വരത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ളവനും ഹാരകുണ്ടല കിരീട കങ്കണ വിഭൂഷിത, ഹാരങ്ങള്, മാലകള്, പിന്നെ കുണ്ടലങ്ങള്, കർണകുണ്ടലങ്ങള്, പിന്നെ കിരീടം, പിന്നെ കങ്കണം എന്ന് പറഞ്ഞാൽ വളകൾ എന്നിവയാൽ നന്നായിട്ട് വിഭൂഷിതനാണ്, അലങ്കരിക്കപ്പെട്ടവനും നിജമസ്തകം ഹസ്തപങ്കജവരെ നിധായ എന്നാണ്. അതായത് തൻ്റെ നിജമസ്തകം, തൻ്റെ ശിരസിനെ ഹസ്തപങ്കജവരെ, ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ കരാരവിന്ദത്തില് നിധായ വെച്ചിട്ട്, സ്മിതമുഖാംബുജ, പുഞ്ചിരിക്കുന്ന ആ മുഖാരവിന്ദത്തോടു കൂടിയവനായിട്ട്, യദുകുലോത്തമ, ആ യദുകുല ശ്രേഷ്ഠൻ, അതായത് ശ്രീകൃഷ്ണൻ, ഇഹ ഭാസത്തെ, ഇവിടെ ശോഭിക്കുന്നു, ഈ ചിത്രത്തെ ശോഭിക്കുന്നു എന്നർത്ഥം. പിന്നെ പറയാണ് അസ്യ, ഇദ്ദേഹത്തിന്റെ കരുണാകടാക്ഷ, ഒരു കരുണാകടാക്ഷം, ദയ കൊണ്ടുള്ള ഒരു നോട്ടം, ചെറിയൊരു നോട്ടം, അത് മതി. അത് സർവശോകഹരണേ ക്ഷമ, എല്ലാ ശോകങ്ങളും എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നതിൽ സമർത്ഥമാണ് എന്നർത്ഥം. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം എഴുതിയിരിക്കുന്നത് കുസുമഞ്ജരി എന്ന വൃത്തത്തിലാണ്.